ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം വളരെയധികം ചർച്ച ചെയ്തൊരു വിഷയമാണ് ഒരു യുവ നേതാവിൻ്റെ ചില ലീക്ക് ചെയ്ത ചാറ്റുകളും കോളുകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് വിവാദങ്ങളും. പക്ഷേ ഇതിൽ നമുക്ക് വളരെയധികം സങ്കടം തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി കണ്ട പല രാഷ്ട്രീയക്കാർ അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരൊക്കെ ഇങ്ങനൊരു വിഷയം വന്നപ്പോൾ വളരെ മതകീയമായി റിഗ്രസീവായിട്ടാണ് അവർ ആ വിഷയങ്ങളെ കൈകാര്യം ചെയ്തത്. കോട്ടൺ കോട്ട് റിഗ്രസീവ് ആൻഡ് മതകീയം എന്ന് വെച്ചാൽ പൊതുവെ ഇവർ പറയാറുള്ള ഒരുപാട് മൂല്യങ്ങളുണ്ട്. അതായത് ഓരോ വ്യക്തിക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. അതേപോലെ തന്നെ പിന്നെ അവരുടെ സ്വകാര്യതയിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാത്തിടത്തോളം കാലം എന്ത് ചെയ്താലും അതൊരു പ്രശ്നമല്ല. അതേപോലെ തന്നെ നമ്മൾ ഈ സൊസൈറ്റിയുടെ കപട സദാചാര മൂല്യങ്ങളല്ല പിന്തുടരേണ്ടത്, നമ്മൾ ലീഗാലിറ്റി നോക്കിയാൽ മതി, നിയമപരമായി ഇവിടെ അനുവദനീയമാണോ അല്ലേ നോക്കിയാൽ മതി, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി നോക്കിയാൽ മതി എന്നൊക്കെയുള്ള കുറേ കൃത്യമായ ഈ പുരോഗമന മൂല്യങ്ങളൊക്കെ പറഞ്ഞു നടന്നിരുന്ന ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ ശരിക്കും രാഹുൽ ഇവിടെ എന്താ ചെയ്തത്? ചാറ്റ് ചെയ്തു, കോഴിത്തരം കാണിച്ചു, ഫ്ലേർട്ട് ചെയ്തു, പിന്നെ വിത്ത് കൺസെന്റോടുകൂടി സെക്സ് ചെയ്തു, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. പിന്നെ അബോഷൻ എന്ന് പറയുന്ന മനുഷ്യാവകാശം അതിനുവേണ്ടി ചർച്ച ചെയ്തു. ഇങ്ങനെയുള്ള വളരെ നോർമൽ ആയിട്ടുള്ള ലിബറൽ വേൾഡിൽ വളരെ നോർമൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താ, നമ്മൾക്ക് ഒരുപാട് ലിബറലിസം ഒക്കെ നമ്മളെ പഠിപ്പിച്ച മാധ്യമപ്രവർത്തകരൊക്കെ ഇതിനു വേണ്ടി രംഗത്ത് വരും, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ കേരളം മൊത്തം മനുഷ്യാവകാശങ്ങളും ധാർമ്മികതയും സംസാരിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ഉയർത്തിപ്പിടിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ തിരിച്ചു കിട്ടിയെന്ന് വെച്ചാൽ AR VR XR സ്റ്റുഡിയോയിൽ നിന്ന് പിന്നെ സദാചാരം വിളമ്പുന്ന ചെറിയ ആൾക്കാരെയാണ് കാണാൻ പറ്റിയത്. AR VR XR സദാചാരമാണ് പിന്നെ നമ്മൾ കണ്ടത്. ധാർമ്മികത ഇല്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ധാർമ്മികത എന്താണ്? ഈ ധാർമ്മികത ഈ കാലഘട്ടത്തിൽ ധാർമ്മികതയ്ക്ക് എന്ത് പ്രസക്തിയുള്ളത്? നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലേ എന്നാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നേരം എന്താ ചെയ്യുക, ഈ നിലക്ക് എല്ലാവരും മാധ്യമപ്രവർത്തകർ, ഏറ്റവും പുരോഗമനമൊക്കെ പറയുന്ന മാധ്യമപ്രവർത്തകർ പോലും ഇങ്ങനെ ധാർമ്മികത ഉണ്ടോ, സദാചാരമുണ്ടോ, ചെയ്തത് ശരിയാണോ എന്നൊക്കെ ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് കുറച്ച് ആൾക്കാർക്കെങ്കിലും എന്ത് ചെയ്യാം, ഒരു ലിബറൽ എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കി കാണുക. ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായി, ഈ പ്രശ്നമൊക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതിൻ്റെ മെറിറ്റുകളിലേക്ക് പോകുന്നതിനപ്പുറത്ത് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായാൽ ഒരു ലിബറൽ എങ്ങനെയാണ് നോക്കി കാണേണ്ടത് എന്നുള്ളത് നമ്മളാരും പറയേണ്ട, നമുക്ക് പഠിപ്പിച്ചു തരാൻ കുറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ലിബറലിസവും ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരാൻ കുറേ ആൾക്കാരുണ്ട്. അവർ എന്ത് ചെയ്യുക, ആദ്യം നമുക്ക് ക്ലാസ് എടുത്തരും, നമ്മളത് ക്ലാസ് കേൾക്കുന്നു, അത് മനസ്സിലാക്കുന്നു, പോകുന്നു, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇവിടെ സംഭവിച്ചെന്താ വെച്ചാൽ, സൊസൈറ്റിയിൽ പൊതുവെ എന്തുണ്ട്, കുറച്ച് ധാരണകളുണ്ട്. ഇങ്ങനെ കോഴിത്തരം കാണിക്കരുത്, അതേപോലെ തന്നെ ഫ്ലേർട്ട് ചെയ്യരുത്, ഇങ്ങനെയൊക്കെയുള്ള സൊസൈറ്റിയിൽ കുറേ കാര്യങ്ങളുണ്ട്. സൊസൈറ്റി ഉണ്ടാക്കി വെച്ച കൾച്ചറൽ ആയിട്ടുള്ള കുറേ ധാരണകളുണ്ട്, തെറ്റാണ് ശരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ അതൊരു ഭാഗത്തുണ്ട്. മറുഭാഗത്ത് എന്തുണ്ട്, ലീഗാലിറ്റി ഉണ്ട്. ഒരു കാര്യം പിന്നെ നിയമപരമായി ശരിയോ തെറ്റോ. അപ്പോൾ നമ്മൾ ഒരു വിഷയം വന്നാൽ, ഇപ്പോൾ ഈ വിഷയം വന്നു, നമ്മൾ ശരിക്കും ഒരു ലിബറൽ എന്നുള്ള നിലക്ക് നമ്മൾ എന്താ നോക്കേണ്ടത്? നമ്മൾ നോക്കേണ്ടത് ഇതിൽ നിയമപരമായി വല്ല പ്രശ്നമുണ്ടോ ഇല്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നുണ്ട്, നിയമപരമായിട്ട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അയാളെല്ലാവരും ആക്രമിക്കുകയാണ് ചെയ്തത്. ശരിയാണ്, മതവിശ്വാസികളൊക്കെ അങ്ങനെ ചിന്തിക്കും. പക്ഷേ ലിബറലുകൾ നിലനിൽക്ക് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നിലകൊള്ളേണ്ടത്? അത് നമുക്ക് അത് പഠിപ്പിച്ചു തരാൻ ബഹുമാന്യനായ ഉസ്താദ്. പൊതുബോധത്തെ നിശ്ചയിച്ചിരുന്ന ധാർമ്മിക പ്രമാണങ്ങളും ഭരണഘടനയുടെ ധാർമ്മികതയും തമ്മിൽ സംഘട്ടനമുണ്ടെങ്കിൽ നിങ്ങൾ ഭരണഘടനാ ധാർമ്മികതയ്ക്കൊപ്പം നിൽക്കണം എന്നതാണ് അടിസ്ഥാനമായി ഞാൻ പറഞ്ഞതിന്റെ ആശയം. അതായത് പൊതുബോധത്തിനെ നിശ്ചയിക്കുന്ന ധാർമ്മികതയും ഭരണഘടനയും തമ്മിൽ സംഘടന ഉണ്ടായി. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. പൊതുബോധം എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്തൊക്കെ തെറ്റാണ്, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, കൺസെന്റോടുകൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് പോലും തെറ്റാണെന്നൊക്കെ പറയുന്ന സൊസൈറ്റി, അത്രയും റിഗ്രസീവ് ആയിട്ടുള്ള സൊസൈറ്റിയാണ് ഉള്ളത്. അതും ഒരു പ്രത്യേക പൊസിഷനിൽ ആൾ ചെയ്യാൻ പാടില്ല എന്ന് എന്ത് മാനദണ്ഡത്തിലാണ് പറയുന്നത്? അങ്ങനെയൊക്കെയുള്ള വളരെ എങ്ങനെ നോക്കുമ്പോഴും അതൊരു പുരോഗമനമായിട്ട് കാണാൻ പറ്റുന്നില്ല. ഒരാൾക്ക് ലിബറൽ വേൾഡിൽ കൺസെന്റോടുകൂടി സെക്സ് ചെയ്യാമെങ്കിൽ അയാൾ ഒരു പൊളിറ്റീഷ്യൻ ആണ് നേരെ അയാൾക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ അയാൾക്ക് അതിന് അവകാശം സ്വാതന്ത്ര്യം റിസ്ട്രിക്ട് ചെയ്യലല്ലേ. ലീഡേഴ്സിന്റെ ഒരു ഇൻഡിവിജ്വാലിറ്റിയെയും അതേപോലെ തന്നെ അവർക്ക് കിട്ടേണ്ടുന്ന ഒരു പ്ലഷറിനെയൊക്കെ നിഷേധിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഒരിക്കലും പാടില്ല. അപ്പം ഇവിടെ രണ്ട് കോൺഫ്ലിക്റ്റ്, ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരു കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഇങ്ങനെയുള്ള റിഗ്രസീവായിട്ട് അത് കൺസെന്റോട് കൂടി തന്നെ ആണെങ്കിൽ പോലും ലൈംഗിക ബന്ധം പാടില്ല, ഫ്ലേർട്ട് ചെയ്യാൻ പാടില്ല, കോഴിത്തരം പാടില്ല എന്നൊക്കെ പറയുന്ന വളരെ റിഗ്രസീവായിട്ടുള്ള ചിന്താഗതികൾ ഒരു ഭാഗത്ത്. മറുഭാഗത്ത് നിയമപരമായി എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്ന വളരെ പുരോഗമനപരമായ പൊസിഷൻ വേറെ ഭാഗത്ത്. നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു സംഘടന വന്നു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി മുറുകെ പിടിച്ച് നമ്മൾ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞാൽ ഒരു പൊതുബോധവും ഭരണഘടനാ ധാർമ്മിക ബോധവും തമ്മിൽ ഒരു വലിയ വിടവ് എന്റെയും നിങ്ങളുടെയും സമൂഹത്തിലുണ്ട്. ആ വിടവാണ് യഥാർത്ഥത്തിൽ
നമ്മളുടെ രാജ്യത്തിന്റെ ജനാധിപത്യം നേരിടുന്ന, ഞാനും നിങ്ങളും നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്നത് സമർത്ഥിക്കാനാണ് ഞാൻ ഈ കവിത മുന്നിലേക്ക് വെച്ചത്. അതിപ്പോ നമ്മൾ കാണുന്നുണ്ട്, ആ ഒരു വിടവ് ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്. ചാനൽ ചർച്ച തുറന്നാൽ ആ വിടവേ കാണാനുള്ളൂ, ഫുള്ള് വിടവാണ്. എല്ലാരും ഇങ്ങനെ എല്ലാ ആങ്കേഴ്സും എല്ലാരും എന്തോ ധാർമ്മികതക്ക് വേണ്ടി ചർച്ച ചെയ്യുന്നുണ്ട്, എന്തോ ധാർമ്മികതയെ കുറിച്ച് പറയുന്നു. അതിന്റെ ഇരയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പൊതുബോധത്തിന്റെ ഇരയാണ് ഇപ്പൊ അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ എന്തൊരു വേട്ടയാടലാണ്, സദാചാര വേട്ടയാടലാണ് നടക്കുന്നത്. നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല, നമുക്ക് ഒരിക്കലും പറ്റില്ല. ബാക്കി കാരണം ഇത് നിയമം നോക്കിയാൽ പോരെ, കോൺസ്റ്റിറ്റ്യൂഷനിൽ അത് പ്രശ്നമുണ്ടോ, നിയമപരമായി ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നുള്ള വളരെ പിന്നെ ആ മനസ്സിന്റെ ഉള്ളിൽ $1 നിന്ന് million വരുന്ന ക്വസ്റ്റ്യൻ, അതിന് ആൻസർ ചെയ്യാൻ ഇവിടെയുള്ള ഒരു റിഗ്രസീവ് സൊസൈറ്റിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. ആ വിടവാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ രാജ്യത്തിന്റെ ജനാധിപത്യം നേരിടുന്ന, ഞാനും നിങ്ങളും നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്നത് സമർത്ഥിക്കാനാണ് ഞാൻ ഈ കവിത മുന്നിലേക്ക് വെച്ചത്. യെസ്, അത് വളരെ വലിയ വെല്ലുവിളിയാണ്. കാരണം ഇതൊന്നും ഒരു മാനവമര്യാദക്കൊന്ന് കോഴിത്തരം കാണിക്കാൻ പോലും പറ്റാത്തൊരു സൊസൈറ്റിയായി നമ്മുടെ അത്രയും റിഗ്രസീവായിട്ട് പോകുന്നു എന്നുള്ളത് നമുക്കൊരിക്കലും ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ്. അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റൂല എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനമായിട്ട്. മാത്രമല്ല ഇതിൽ ഇദ്ദേഹം വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നത് നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്, നമുക്ക് നിയമപരമായ കൺട്രോളുകളെ പാടുള്ളൂ. ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും അത് സൊസൈറ്റിയിൽ അത് മോശമല്ലേ എന്നൊന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കൺട്രോൾ ചെയ്യാൻ പാടില്ല. മറ്റുള്ളവർ എന്ത് പറയുന്നുള്ള നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നിയമപരമായിട്ട് ഈ കാര്യം തെറ്റാണ്, ഞാൻ ചെയ്ത് തെറ്റാണോ, മൂപ്പര് സ്വയം ചോദിക്കട്ടെ അല്ലേ, പിന്നെ കോഴിത്തരം തെറ്റാണോ അല്ലെങ്കിൽ ഫ്ലർട്ട് ചെയ്യുന്നത് തെറ്റാണോ, ഈ പറയുന്ന പോലെ കൺസെൻഷ്വൽ ആയിട്ടുള്ള സെക്സും കാര്യങ്ങളൊക്കെ തെറ്റാണോ എന്ന് നോക്കുക. നിയമപരമായി കാണാൻ പറ്റുന്നില്ല. ഓക്കെ, നിയമപരമായി മാത്രമേ നോക്കാൻ പാടുള്ളൂ. മൂന്നാമത്തെ എലമെന്റായി പറയുന്നത്, ഇതിനെ നിയന്ത്രിക്കാൻ മറ്റൊരു വ്യക്തിക്കും കഴിയരുത്, ലീഗൽ കൺട്രോൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. നിയമപരമായി മാത്രമേ മനുഷ്യന്റെ പ്രവൃത്തിയെയും കൂട്ടായ്മകളെയും നിയന്ത്രിക്കാവൂ. ഒരാൾ അയാളുടെ ജാതി ഉപയോഗിച്ച്, അയാളുടെ സാന്നിധ്യം ഉപയോഗിച്ച് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. ചാനൽ ഉപയോഗിച്ചെന്നും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യേണ്ടതാണ്. നിയമ സംവിധാനത്തിലൂടെ മാത്രമേ മനുഷ്യന്റെ അവകാശങ്ങളെ നിയന്ത്രിക്കാവൂ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തില് പത്രസമ്മേളനം നടത്തിയത് ഈ വീഡിയോ കണ്ടിട്ടാണെന്ന് എനിക്ക് സംശയം. കാരണം കൃത്യമായിട്ട് മാത്രമേ നിയന്ത്രിക്കാൻ. ഇതിൽ നിന്നായിരിക്കും അയാൾക്ക് പോയിന്റ്സ് കിട്ടിയത്. ആ കൃത്യമായിട്ട് ഞാൻ ഭരണഘടനക്കെതിരായോ അല്ലെങ്കിൽ നിയമത്തിനെതിരായോ യാതൊന്നും ചെയ്തിട്ടില്ല. ചോദിക്കുന്നുണ്ട് ഇതിൽ. എനിക്ക് തോന്നുന്നു ചില ആങ്കർമാരൊക്കെ ഉണ്ട് ഈ കാര്യമൊന്നും മനസ്സിലാക്കിയിട്ടില്ലാത്ത, പഠിച്ചിട്ടില്ലാത്ത റിഗ്രസീവ് ആയിട്ടുള്ള കുറെ ആങ്കർമാർ നമ്മുടെ ചില ചാനലുകളിൽ ഇങ്ങനെ ഇപ്പം അവരാണ് ഈ ജനാധിപത്യത്തെ മൊത്തത്തിൽ തകർത്ത് തരിപ്പണാക്കുന്നത്. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കാളവണ്ടിയിൽ പോകേണ്ട ആൾക്കാരല്ല. നമുക്ക് ബെൻസ് ഉണ്ടാകുമ്പോൾ എന്തിനാണ് കാളവണ്ടി? അപ്പോൾ ഇപ്പോൾ നമ്മുടെ സൊസൈറ്റി മൊത്തം കാളവണ്ടിയിൽ ഇങ്ങനെ പോവാണ്. ഒരു പിന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പിലേക്ക് ഇങ്ങനെ റിഗ്രസീവ് ആശയങ്ങളായിട്ട് പോവാണ്. എന്താണ് കാളവണ്ടി, എന്താണ് ബെൻസ്? കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി പറയുന്നത് ഒറ്റ വാചകത്തിൽ ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നതിന്റെ കാരണം ഈ രാജ്യം മറ്റുള്ള രാജ്യങ്ങളെക്കാളും അപ്പുറം കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെ സമൂഹത്തിന്റെ മൊറാലിറ്റിയുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ്. ആ പരീക്ഷണം തുടരുന്നു. പക്ഷേ മെഴ്സിഡസ് ബെൻസിന്റെ എഞ്ചിനുള്ള ഇന്ത്യൻ ഭരണഘടന കാളവണ്ടി ഓടിക്കാൻ മാത്രം അറിയുന്ന ഒരു സമൂഹത്തിലാണ് കിട്ടിയിരിക്കുന്നത് എന്ന വളരെ ഗുരുതരമായ അടിസ്ഥാന പ്രശ്നം നമ്മൾ നേരിടുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മെഴ്സിഡസ് ബെൻസ് ആണെങ്കിലും ആ ഭരണഘടന ഓടിക്കുന്ന മനുഷ്യര് നിർഭാഗ്യവശാൽ ഈ പറയുന്ന കാളവണ്ടി യുഗത്തിൽ നിന്ന് ഇനിയും മാറ്റപ്പെട്ടിട്ടില്ലാത്ത മനുഷ്യരാണ്. അപ്പോൾ അത് ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ്, ഭയങ്കര പ്രയാസകരമായ ഒരു കാര്യമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു. ഇത്രയും നല്ലൊരു ഭരണഘടന നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടും ചില ചാനൽ ആങ്കർമാരും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള സമൂഹം, പൊതുബോധം എന്ന് പറയുന്ന സംഗതി ഇപ്പോഴും കാളവണ്ടിയിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്നുള്ളതാണ് ഉസ്താദ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇത് കണ്ടിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രശ്നം. ഇങ്ങനെയുള്ള മൊഴിമുത്തുകൾ നമ്മൾ കണ്ടിട്ടില്ല. അത് കണ്ട രാഷ്ട്രീയക്കാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ആളുകൾ അത് വളരെ കൃത്യമായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള അത് അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ വാർത്താ സമ്മേളനങ്ങളിലൂടെ പറയുന്നുണ്ട്. ലീഗാലിറ്റി നോക്കിയാൽ മതി, മൊറാലിറ്റി നോക്കേണ്ട കാര്യമില്ല, ഞാൻ നിയമപരമായി എന്ത് തെറ്റാണ് ചെയ്തത് എന്നുള്ളത് അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ നിലക്ക് കാളവണ്ടിയിൽ നിന്നും പിന്നെ ഒന്ന് ബെൻസിലേക്ക് വരാതിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം പരിതാപകരമായൊരു കാര്യമാണ്. അപ്പം തത്വം ഇതാണ്, ലിബറൽ തത്വം ഇതാണ്. അതിനനുസരിച്ച് നമ്മളുടെ സൊസൈറ്റി മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഒരു ലിബറൽ എന്ന നിലക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത് യാതൊരു കുഴപ്പമില്ല എന്നുള്ളത് തന്നെയാണ്. അത് തുറന്നു പറയാൻ നമുക്ക് പറ്റണം. ഇത് നമ്മുടെ കേരളീയ പൊതു സൊസൈറ്റിയെ കുറിച്ചാണ് എനിക്ക് ഭയങ്കര ആശങ്ക. പക്ഷെ ഒരു ലിബറലായി ജീവിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ സൊസൈറ്റി മാറുകയാണ്. കാരണം ലിബറൽ മൊറാലിറ്റി അനുസരിച്ചുള്ള പിന്നെ കൺസെൻഷ്വൽ ആയിട്ടുള്ള ഒരു സെക്സോ അല്ലെങ്കിൽ പിന്നെ അബോർഷൻ, അതേപോലെ തന്നെ ചാറ്റിങ്, ഫ്ലേട്ടിങ്, കോഴിത്തരം, ഇതൊന്നും പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ സൊസൈറ്റി എന്തോ ഇടുങ്ങിയ സൊസൈറ്റിയായി മതകീയമായി പോവുകയാണ്, കാളവണ്ടിയിലേക്ക് പോവുകയാണ്. അതിന് ഇത്തരത്തിലുള്ള പുരോഗമനവാദികളെന്ന് നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ആൾക്കാർ പോലും
ആ കാളവണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വളരെ ദയനീയമായിട്ടുള്ള ഒരു ഒരു കാഴ്ചയാണ് കാഴ്ചയാണത്. കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇതൊക്കെ ഒന്ന് ഈ തത്വങ്ങൾ അനുസരിച്ചൊന്ന് പറയാൻ ആരെങ്കിലും വേണ്ടതെന്നുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം ആ റോളൊന്ന് ഏറ്റെടുത്തതാണ്. അപ്പോൾ ഏതായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പറയുന്ന തത്വങ്ങൾ ഒരിക്കലും പ്രാവർത്തികമായി കൊണ്ടുവരാൻ പറ്റില്ല എന്നും അതല്ല യാഥാർത്ഥ്യം എന്നുള്ളതും അവർക്ക് തന്നെ അറിയുന്നത് കൊണ്ടായിരിക്കാം അവർ തത്വങ്ങൾ അവിടെ ഷെൽഫിൽ വെച്ചിട്ട് സദാചാര ഗുണ്ടായിസുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഏതായാലും ഒരു ലിബറലായിക്കൊണ്ട് ഒരു വിഷയത്തെ, നമ്മുടെ മുമ്പിൽ വന്നൊരു വിഷയത്തെ കൈകാര്യം ചെയ്താൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഡെമോൺസ്ട്രേഷനാണ് ഇവിടെ കണ്ടത്. ഇൻഷാ അല്ലാഹ് കൂടുതൽ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അടുത്ത ദിവസങ്ങളിൽ വരും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഇത്തരം ചർച്ചകൾ എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.